ഹലോ ഗായ്സ്, നമ്മളൊരു മിക്സ്ചർ സേവിൻ്റെ വീഡിയോ പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ റെസിപ്പി വീഡിയോ ആണിത്. അതിനുവേണ്ടി നമ്മൾ എടുക്കേണ്ടത് 1 ഗ്ലാസ് കടലമാവ്, ഒരു 1/2 സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് കായം. അതിട്ട് കഴിഞ്ഞാൽ കുറച്ച് എണ്ണ ഒഴിക്കുക. 1 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചിട്ട് നന്നായി കൈ കൊണ്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. വൺസ് മിക്സായ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ ആ മാവിനെ ഒന്ന് നന്നായി കുഴച്ചെടുക്കുക. നമ്മൾ നല്ല ഹാർഡായിട്ടല്ല, നമ്മളൊരു ഇടിയപ്പത്തിന് വേണ്ടിയിട്ട് കുഴക്കില്ലേ, ആ ഒരു പരുവത്തിൽ, കുറച്ച് സോഫ്റ്റായിരിക്കണ പോലെ തന്നെ ആ ഒരു പരുവത്തിൽ നന്നായി ഒന്ന് മാവിനെ കുഴച്ചെടുക്കുക. അതിനുശേഷം സ്റ്റൗവിൽ ചീഞ്ചട്ടി വെച്ച് എണ്ണ ഒഴിക്കുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. ഏകദേശം ഒരു കുറച്ച് മുങ്ങുന്ന പാകത്തിൽ എണ്ണ ഒഴിക്കുക. എന്നിട്ട് ഈ മാവിനെ നമ്മൾ ഇടിയപ്പത്തിൻ്റെ പാത്രത്തിലിട്ട്, ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് കുഞ്ഞ് മിക്സറിൻ്റെ ചില്ല് തന്നെയാണ്. അതിൽ ഏറ്റവും ചെറിയ ചില്ലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഇത് നന്നായി പിഴിഞ്ഞ് ഇട്ട് കൊടുക്കുക. ഇത് കുറച്ച് മേലേക്ക് കുറച്ച് ഇതായി വന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെ ഇത് നമുക്ക് പിഴിഞ്ഞ് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ ഒരു സെറ്റ് പിഴിഞ്ഞ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിപ്പോൾ തീ ഹൈയിലാണേ. അത് ഒന്ന് ആയ ശേഷം നമ്മളൊന്ന് പെട്ടെന്നാവും, ഇതിനധികം ടൈമൊന്നും എടുക്കില്ല, പെട്ടെന്നാവും. എന്നിട്ട് അതിനെ മറിച്ചിടാം. എന്നിട്ട് തീ ഒന്ന് സിമ്മിലേക്ക് ആക്കാം. ഇൻ കേസ് ഉള്ളിൽ വേവാതെ ഉണ്ടെങ്കിൽ അതൊന്നാവാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു 2 മിനിറ്റ് വേഗം നമുക്ക് തീ സിമ്മിലേക്ക് ആക്കിയിട്ട് അത് നമുക്ക് വറുത്ത് വരാവുന്നതാണ്. പിന്നെ എൻ്റെ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചില്ലൊന്ന് മാറ്റി നോക്കി. ആ സേവ് അല്ലാതെ വേറെ മുറുക്കാക്കിയാലോ എന്ന് ആലോചിച്ചിട്ട് ചില്ലൊന്ന് മാറ്റി നോക്കി. അത് രണ്ടാമത് ഞാൻ അതാണ് ട്രൈ ചെയ്തത്. അതും 2 വട്ടം തിരിച്ച് മറിച്ച് വിട്ടു. എന്നിട്ട് എടുത്തു. അത് നോക്കിയപ്പോൾ ചൂടോടെ കഴിച്ചപ്പോൾ വെന്തിട്ടുണ്ടായിരുന്നില്ല, അകത്ത് വെന്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ആ പരിപാടി നിർത്തി വീണ്ടും മിക്സറിലേക്ക് തന്നെ വന്നു. പക്ഷേ ആക്ച്വലി അത് ചൂടാറിക്കഴിഞ്ഞപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ചൂടോടെ കഴിച്ചുകൊണ്ട് അത് വേവാത്ത പോലെ തോന്നിയുകൊണ്ട് ഞാൻ ആ പണി നിർത്തി വീണ്ടും മിക്സറിലോട്ട് തന്നെ വന്നു. സോ ഇതെൻ്റെ സെക്കൻഡ് സെറ്റാണ്. പിന്നെ ബാക്കി അതെല്ലാം വറുത്തെടുത്തതിന് ശേഷം എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റി പോലെ ബാക്കി ആ ഇടിയപ്പത്തിനകത്തുണ്ടായിരുന്ന മാവിലെ എടുത്ത് ഞാൻ എൻ്റേതായ ഒരു ഷേപ്സ് ഉണ്ടാക്കി ഞാൻ വറുത്തെടുത്തു. അതാണ് ഈ ലാസ്റ്റ് കാണുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് കിട്ടിയൊരു ഔട്ട്പുട്ട്. ഇതിനെ നമ്മൾ ഇനി അറഞ്ചം പുറഞ്ചം പൊടിക്കുക. ആ മിക്സ്ചറിലെ സേവ് പോലെ തന്നെ ആയിട്ടുണ്ട്.